കലാലയ രാഷ്ട്രീയത്തിന് വിലക്കേർപ്പെടുത്താൻ ഗവർണർ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോഴിതാ തിരൂർ മലയാളം സർവകലാശാലയിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഗവർണറുടെ ഈ നീക്കത്തിനെതിരെ ഉയർന്നിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 11 മണിക്ക് സിൻഡിക്കേറ്റ് മാർച്ച് നടത്തും. സർവകലാശാലയുടെ നീക്കം കേരളത്തിന് അപമാനമെന്ന് SFI പ്രതികരിച്ചു. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും സ്വാലിഹ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാലിഹ്, സംഘപരിവാർ രാഷ്ട്രീയം എന്താണോ അത് കൃത്യമായി സർവകലാശാലകൾ അടിച്ചേൽപ്പിക്കും വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ആദ്യഘട്ടമായിട്ട് വേണം ഇത്തരത്തില് കലാലയ രാഷ്ട്രീയത്തിന് വിലക്കേർപ്പെടുത്തുവാനുള്ള ഗവർണറുടെ നീക്കം. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് നടക്കുവാൻ പോകുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ദൂരി, SFI പ്രതിഷേധം ഇന്ന് മലയാളം സർവകലാശാലയിലാണ്. 11 മണിക്കാണ് പ്രതിഷേധ മാർച്ച് SFI സംഘടിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് SFI ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഇത് കേരളത്തിലെ സർവകലാശാലകളുടെ തന്നെ ചരിത്രം വെല്ലുവിളിക്കുന്നതാണ്. മുദ്രാവാക്യം വിളിക്കുന്നതിനും കൂട്ടം കൂടുന്നതിനുമൊക്കെ മുൻകൂട്ടി അറിയിക്കണമെന്ന ഒരു പെരുമാറ്റച്ചട്ടമാണ് നിലവിൽ സർവകലാശാലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണറുടെ നീക്കം ഏറ്റവും ആദ്യം തന്നെ മലയാളം സർവകലാശാലയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതർ നടത്തുന്നത്. ഇതിനെതിരെയാണ് SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് സർവകലാശാലകളിൽ എന്ന ഒരു കാരണമാണ് അധികൃതർ പറയുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) ഉറപ്പു നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് SFI ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥി സൗഹൃദമായ അന്തരീക്ഷം പോലും സർവകലാശാലകളില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. സക്രിയമായ ഒരു തലമുറ നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയം വേണം. പ്രതികരണശേഷിയുള്ള ഒരു സമൂഹം വളർന്നു വരണം. അതിന് വിദ്യാർത്ഥി രാഷ്ട്രീയം അനിവാര്യമാണ്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ ചെറുക്കുമെന്നും SFI പറയുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് മലയാളം സർവകലാശാലയിൽ മാർച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ് സ്വാലിഹ്.